നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ സഖാവ് പി അൻവർ അക്കമിട്ട് നിരത്തിയ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയും പാർട്ടിയും ഏറ്റവും ആർജവമുള്ള തീരുമാനം കൈക്കൊള്ളുമെന്ന് തന്നെയാണ് നമ്മളെപ്പോലെ ഏതൊരു ഇടതുപക്ഷ സഹയാത്രികന്റെയും ഉറച്ച വിശ്വാസം. ഈ കാലം അത്രയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കുപ്പായത്തിന്റെ ബലത്തിന്റെ മുഖ്യമന്ത്രിയുടെ അരികുപറ്റി നടന്ന് പാർട്ടിയുടെ അടിവേര് പിഴുതെറിയാൻ ഇറങ്ങിത്തിരിച്ച ADGP അജിത് കുമാറിനെ പോലുള്ള പോലീസ് ക്രിമിനലുകൾക്കൊപ്പം ചേർന്ന് SFI DYFI സഖാക്കളെ പാർട്ടി സജീവ പ്രവർത്തനം നടത്തുന്ന പൊതുപ്രവർത്തകരെ തെരുവിലും പോലീസ് സ്റ്റേഷനുകളിലും പോലീസ് തല്ലിച്ചതയ്ക്കുന്നതിന്, കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുന്നതിന് ഇതുവരെയും പോലീസിന് എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുത്ത, സ്വർണ്ണക്കടത്തും കൊലപാതകം അടക്കം ADGPയുടെ നേതൃത്വത്തിൽ ചെയ്തു കൂട്ടിയ ക്രിമിനൽ ചെയ്തികൾക്ക് മൗനാനുവാദം നൽകിയിട്ടുള്ള പോലീസിലെ ക്രിമിനലുകളായ ഉദ്യോഗസ്ഥരെ ജനങ്ങളുടെ മേൽ അകാരണമായി കുതിര കയറാൻ നിരുപാധികം അഴിച്ചുവിട്ടുകൊണ്ട് ഈ സർക്കാരിനെയും പാർട്ടിയെയും പൊതുജനങ്ങൾക്ക് മുന്നിൽ അങ്ങേയറ്റം അവഹേളിക്കുന്ന സാഹചര്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് ഓശാന പാടിയ ഇതുപോലുള്ള വർഗീയ വഞ്ചകരെ ഇനിയും ഒരു കാരണവശാലും ആ സ്ഥാനത്ത് തുടരാൻ അല്ലെങ്കിൽ പാർട്ടിയിൽ തന്നെ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒരുപാട് കർഷകരുടെ പോരാട്ടത്തിന്റെ വിയർപ്പിന്റെ ഗന്ധമാണ് ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പ്രതിരോധത്തിന്റെ പോർനിലങ്ങളിൽ മരണത്തെ ഭയക്കാതെ രക്തസാക്ഷിത്വത്തിലേക്ക് നടന്നു കയറിയ ഒരുപാട് ധീര രക്തസാക്ഷികളുടെ ചോര കണ്ട് തുടുത്തതാണ് ഈ പാർട്ടി. ഒരുപാട് പ്രവർത്തകരുടെ സഹനവും ത്യാഗവും ജീവനും ജീവിതവും പ്രതീക്ഷയുമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇന്നും ജീവിക്കുന്ന എത്രയോ രക്തസാക്ഷികളുടേത് കൂടിയാണ് ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത്. ആ രക്തസാക്ഷികളുടെ എല്ലാം നെഞ്ചിൽ ചവിട്ടി നിന്ന് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അതിന് കളങ്കമേൽപ്പിക്കുന്ന പ്രവൃത്തി ആരിൽ നിന്നുണ്ടായാലും അത് വെച്ചു പൊറുപ്പിക്കുന്നത് നല്ലതല്ല എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സമ്മേളനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഇതുപോലുള്ള പുഴുക്കുത്തുകളെ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെയാകണം. അതുപോലെ തുടർച്ചയായ അധികാരത്തിന്റെ സുഖലോലുപതയിൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് അല്പമൊന്ന് വ്യതിചലിച്ചു പോയിട്ടുമുണ്ട്. ആ വ്യതിചലിച്ചതിനെ മുതലാക്കിക്കൊണ്ട് പല വലതുപക്ഷ പാർട്ടികളും നല്ല പോലെയുള്ള കുത്തിത്തിരിപ്പുകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് എന്തൊക്കെ തരികിട പ്രവൃത്തികൾ കോൺഗ്രസിനും BJPക്കും ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവർ ചെയ്യുന്നുമുണ്ട്. തിരുത്തേണ്ടവ തിരുത്തി മുന്നേറണം. പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത വെറും അനുഭാവിയായ സഖാവ് PV അൻവർ ഒരു വിപ്ലവ മാതൃകയായി എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും പ്രാദേശികമായ പാർട്ടിക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ദോഷം വരുത്തുന്ന ശശിമാരെ കുറിച്ച് തന്നെയാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി വരാനിരിക്കുന്ന വിപത്തിന്റെ ഒരു അശരീരി തന്നെയാണ്. എതിരാളികൾക്ക് വോട്ട് കൂടിയതിൽ അവരുടെ മേന്മ കൊണ്ട് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴുള്ള പോക്കിലെ നമ്മുടെ തന്നെ കുറച്ച് പ്രതിഷേധങ്ങൾ ഇതിനകത്തുണ്ട്. അതൊരു സൂചനയാണ്. അകന്നു പോകുന്ന കണ്ണികൾ നമ്മളിലേക്ക് ഒന്നുകൂടെ ചേർത്ത് നിർത്തണം. വാക്കിലും നോക്കിലും രൂപവും ഭാവവും മാറണം. മനുഷ്യത്വപരമായ ഇടപെടലുകൾ കൂടുതൽ ശ്രദ്ധിക്കുകയും വേണം. വിമർശനങ്ങൾ ആരോഗ്യപരമായി ഉൾക്കൊള്ളുകയും വീഴ്ചകളിൽ നിന്നും തെറ്റുകൾ തിരുത്തി CPM എന്ന പാർട്ടി മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്ന് ഇവിടെ പറഞ്ഞുകൊള്ളുന്നു.